മണിരത്നം കമൽഹാസൻ ടീമിന്റെ തക് ലൈഫ് എന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയായ തക് ലൈഫിന് കമൽഹാസനും മണിരത്നവും 36 വർഷങ്ങൾക്കുശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിന്റെ ടീസറും പാട്ടുകളുമെല്ലാം ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ ഹിറ്റുമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവന്നപ്പോൾ ഏറ്റവുമധികം ചർച്ചയായത് സിനിമയിലെ നായികമാരായ അഭിരാമി, തൃഷ എന്നിവർക്കൊപ്പമുള്ള കമൽഹാസന്റെ റൊമാന്റിക് രംഗങ്ങളായിരുന്നു. 70കാരനായ കമൽഹാസന് നായികമാരായെത്തിയ 2 താരങ്ങൾക്കും 40 വയസ്സാണ് പ്രായം എന്ന രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നത്. മകളുടെ പ്രായമുള്ളവർക്കൊപ്പം കമൽഹാസൻ റൊമാൻസ് ചെയ്യുന്നത് ശരിയല്ലെന്ന രീതിയിൽ ചർച്ചകൾ നീണ്ടു. ഇപ്പോഴിതാ ഇതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ മണിരത്നം. വലിയ പ്രായവ്യത്യാസമുള്ളവർ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിക്കാറുണ്ടെന്നും സിനിമ കാണുമ്പോൾ നമ്മളത് അവഗണിക്കുകയാണെന്നും മണിരത്നം പറഞ്ഞു. ഒരു അഭിമുഖത്തിലായിരുന്നു മണിരത്നത്തിന്റെ പ്രതികരണം. യഥാർത്ഥ ജീവിതത്തിൽ പ്രായത്തിൽ ഒരുപാട് ഇളയവരുമായി പ്രണയബന്ധങ്ങളുള്ള ആളുകളുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതാണ് സത്യാവസ്ഥ. കാലങ്ങൾക്ക് മുൻപേ അങ്ങനെയാണ്, ഇപ്പോഴുണ്ടായതല്ല. സിനിമയിൽ കാണുമ്പോൾ നമ്മൾ അവഗണിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മുൻവിധികൾ നടത്തുന്നു. ഒരു രീതിയിൽ മാത്രമേ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നു. ഇത്തരം രംഗങ്ങളെ കഥാപാത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തൂ. അഭിനയിക്കുന്ന അഭിനേതാക്കളെ വച്ചല്ല, അത് തൃഷയും കമലുമല്ല, 2 കഥാപാത്രങ്ങളാണ്. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയൂ എന്നും മണിരത്നം പറഞ്ഞു. ജൂൺ 5-നാണ് തക് ലൈഫ് തിയേറ്ററുകളിലെത്തുന്നത്. നീണ്ട 37 വർഷങ്ങൾക്കു ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ചിത്രമാണ് തക് ലൈഫ്. ജോജു ജോർജ്, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫസൽ, പങ്കജ് ത്രിപാഠി, ജിഷു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷറഫ്, വയ്യാപുരി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജൈൻ മൂവീസ്, ആർ മഹേന്ദ്രൻ, ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.